ഉഷ്ണതരംഗവും അന്തരീക്ഷ താപനിലയും മനുഷ്യരെ മാത്രമല്ല ജീവജാലങ്ങളെയും വല്ലാതെ ബാധിക്കുമെന്ന് നമുക്കറിയാമല്ലോ. കൊടും ചൂടിൽ വലഞ്ഞിരിക്കുകയാണ് ക്ഷീരമേഖല. ചൂടിങ്ങനെ കൂടുന്തോറും പാലുൽപാദനത്തിൽ വലിയ കുറവുണ്ടാകുന്നു എന്നാണ് ഈ കർഷകർ പറയുന്നത്. അതോടൊപ്പം ഈ പച്ചപ്പുല്ലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ ലഭ്യത കുറഞ്ഞു വരികയും ചെയ്യും. അത് പാലുൽപാദനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. നഷ്ടം സഹിക്കാൻ കഴിയാതായതോടെ പാലക്കാട് ജില്ലയിൽ നിരവധി പേരാണ് ഇതിനോടകം ക്ഷീരമേഖലയിൽ നിന്ന് തന്നെ അകന്നുപോയത്. എല്ലാ കാലത്തും മികച്ച രീതിയിൽ പാൽ നൽകിയിരുന്ന പശുക്കളെല്ലാം ഇത്തവണ കൊടും ചൂടിൽ ക്ഷീണിച്ചു തുടങ്ങി. തീറ്റയായി നൽകുന്ന പച്ചപ്പുല്ലും വെള്ളവും ലഭിക്കാതായതോടെ പാലുൽപാദനവും കുറഞ്ഞു. വേനലും ഉഷ്ണവും ഇനിയും കടുക്കുമെന്നിരിക്കെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് മലമ്പുഴയിലെ ക്ഷീരകർഷകനായ എബ്രഹാം. ഇരുപത് പശുക്കളുണ്ട് എബ്രഹാമിന്. ദിവസവും 60-70 ലിറ്ററുമൊക്കെ പാല് കിട്ടിയിരുന്നത് ഇപ്പോൾ വല്ലാതെ കുറഞ്ഞു. ആദ്യം ചൂട് കൂടുന്നതിന് മുമ്പ് എനിക്ക് 50 ലിറ്റർ 60 ലിറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും 50-60 ലിറ്റർ ഉണ്ടെന്ന്. ഇപ്പോൾ പാട് പ്രസവിച്ചിട്ടുണ്ട്. അന്ന് പാടുകൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രസവിക്കുന്ന പാടുകൾക്ക് പെട്ടെന്ന് പാല് കുറഞ്ഞു പോകില്ല. അരക്കറവയായ പശുക്കൾക്ക് പെട്ടെന്ന് പാല് വരും. തീറ്റ തീരെയില്ല. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് 9 മാസം സമയങ്ങളിൽ മഴ പെയ്ത് കഴിയുമ്പോൾ കാടുകളിൽ അവിടെ ഇവിടെയും തഴയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുക്കൾ നന്നാവുകയും ചെയ്യും. നല്ല തീറ്റയും ഉണ്ടാവും, പാലും ഉണ്ടാവും. ഒരു ബുദ്ധിമുട്ടും വരില്ല. മഴ കുറവിൻ്റെ പ്രശ്നം ആണ് തീറ്റയ്ക്കും ബുദ്ധിമുട്ട്. പിന്നെ തീറ്റയ്ക്കൊക്കെ നല്ല വിലയാണ്. ഇത് കൊടുത്ത് മുതലാക്കാൻ പറ്റണ്ടേ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകും. മലമ്പുഴ മേഖലയിലെ മറ്റ് ക്ഷീരകർഷകരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. അത്യാവശ്യം വേനൽ മഴ കിട്ടിയിരുന്നെങ്കിൽ ക്ഷീരമേഖല ഇത്ര വലിയ തകർച്ച നേരിടില്ലായിരുന്നു എന്നാണ് കർഷകർ പറയുന്നത്. ക്ഷീരകർഷകരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാലോ. എന്ന് വെച്ചാൽ മലയിൽ പോലും ഒരു പച്ചപ്പില്ല. എന്ന് വെച്ചാൽ വെള്ളം അതേപോലെ മഴയില്ല. പിന്നെ പുല്ല് കൃഷി ചെയ്യണവരുണ്ട്, അത്യാവശ്യം ഇതൊക്കെ വെച്ചിട്ട് ചെയ്യണവരുണ്ട്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പന്നി, മാൻ ഇതൊക്കെ ഇറങ്ങി നശിപ്പിക്കുക. നമുക്ക് അത്യാവശ്യം ഈ സമയത്ത് പിടിച്ചേക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ തീറ്റ കൊടുക്കാന്നുള്ളത്. തീറ്റയ്ക്കൊക്കെ ഇപ്പോൾ ചാക്കുമ്മ 200-150 വെച്ച് കൂടി. പിന്നെ ഇത് മുതലിക്കില്ല. പിന്നെ പച്ചപ്പുല്ല് നമുക്ക് അഴിച്ചു വിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ അവസ്ഥ നോക്കി നോക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ, അതേപോലെ ഡ്രൈ ആയി. ഡാമിൽ പോലും പുല്ല് കിട്ടാനുള്ള അവസ്ഥയില്ല. നമ്മൾ തന്നെ നിർത്തി. നമുക്കുണ്ടായിരുന്ന 10-24 പശു നിർത്തി, 2 കൊല്ലം നിർത്തിയിട്ട്. പിന്നെ ഇവിടെ അപ്പുറത്തുള്ള ഒരു 10-20 പശു ഒരു ജോസായിട്ടുണ്ട്. ഈ ഫീൽഡ് നിർത്തിപ്പോവാണ്. കൂടിയ താപനിലയും വരണ്ട കാലാവസ്ഥയും കന്നുകാലികളിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. കനത്ത ചൂടിൽ കാലികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതും വർദ്ധിച്ചു. നഷ്ടം സഹിക്കാൻ വയ്യാതെ നിരവധി കർഷകരാണ് ഇതിനോടകം ക്ഷീരമേഖല തന്നെ ഉപേക്ഷിച്ച് മടങ്ങിയത്. റിപ്പോർട്ടർ പാലക്കാട്.